റൂത്ത് പാർട്ട് 2 ചോദ്യോത്തരങ്ങൾ. 51. വീഞ്ഞിൽ മുക്കി എന്ത് ഭക്ഷിക്കാനാണ് പറഞ്ഞത്? ഉത്തരം അപ്പം. 52. റൂത്ത് ആരോടുകൂടി ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്? ഉത്തരം കൊയ്ത്തുകാരോടുകൂടെ. 53. ബോവാസ് റൂത്തിന് എന്താണ് നൽകിയത്? ഉത്തരം മലർ. 54. ആരാണ് റൂത്തിന് മലർ നൽകിയത്? ഉത്തരം ബോവാസ്. 55. ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിനോട് പറഞ്ഞതെന്ത്? ഉത്തരം വന്ന് ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ. 56. അങ്ങനെ അവൾ കൊയ്ത്തുകാരോട് കൂടെ ഇരുന്നു. അവൻ അവൾക്ക് എന്തു കൊടുത്തു എന്നാണ് റൂത്ത് 2:14 പറയുന്നത്? ഉത്തരം മലർ കൊടുത്തു. 57. അവൾ ഭക്ഷിച്ച് തൃപ്തിയായി ബാക്കിയും വന്നു. അവൾ ആര്? ഉത്തരം റൂത്ത്. 58. അവൾ കാല പെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞതെന്ത്? ഉത്തരം അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. 59. റൂത്ത് കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ചു കൊള്ളട്ടെ എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഭൃത്യന്മാരോട്. 60. കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കുവാൻ റൂത്തിന് അനുവാദം നൽകിയത് ആര്? ഉത്തരം ബോവാസ്. 61. റൂത്ത് കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കുമ്പോൾ അവളെ ആരും എന്തു ചെയ്യരുത് എന്നാണ് പറഞ്ഞത്? ഉത്തരം ശകാരിക്കരുത് എന്ന്. 62. കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം, എന്നിട്ട് എന്ത് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്? ഉത്തരം ശാസിക്കരുത്. 63. റൂത്ത് 2-ാം അധ്യായത്തിൽ അവളെ ശകാരിക്കരുത്, അവളെ ശാസിക്കരുത് എന്ന് പറയുന്ന വാക്യം ഏത്? റൂത്ത് 2-ാം അധ്യായം 16-ാം വാക്യം. 64. കറ്റകളിൽ നിന്നും കുറേശ്ശെ വലിച്ചൂരി എന്ത് ചെയ്യണമെന്നാണ് ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞത്? ഉത്തരം അവൾക്ക് പെറുക്കാൻ ഇട്ടുകൊടുക്കണം. 65. ഒരു എഫ എത്ര ലിറ്റർ ആണ്? ഉത്തരം 45 ലിറ്റർ. 66. റൂത്ത് എപ്പോൾ വരെയാണ് കാല പെറുക്കിയത്? ഉത്തരം സന്ധ്യ വരെ. 67. സന്ധ്യ വരെ റൂത്ത് എന്തു ചെയ്തു? ഉത്തരം കാല പെറുക്കി. 68. പെറുക്കിയ കാല എന്ത് ചെയ്തപ്പോഴാണ് ഒരു എഫ ബാർലി ഉണ്ടായത്? ഉത്തരം മെതിച്ചപ്പോൾ. 69. കാല പെറുക്കിയപ്പോൾ റൂത്തിന് എത്ര ബാർലി കിട്ടി? ഉത്തരം ഒരു എഫ. 70. മെതിച്ചപ്പോൾ റൂത്തിന് ഒരു എഫ എന്താണ് കിട്ടിയത്? ഉത്തരം ബാർലി. 71. റൂത്ത് താൻ ശേഖരിച്ച ധാന്യം എന്തു ചെയ്തു? ബാക്കി വന്ന ആഹാരം എന്തു ചെയ്തു? ഉത്തരം ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു, ബാക്കി വന്ന ആഹാരം അവൾക്കും കൊടുത്തു. 72. കിട്ടിയ ബാർലി കൊണ്ട് റൂത്ത് എവിടേക്കാണ് പോയത്? ഉത്തരം നഗരത്തിലേക്ക്. 73. കിട്ടിയ ബാർലി കൊണ്ട് നഗരത്തിലേക്ക് പോയത് ആരാണ്? ഉത്തരം റൂത്ത്.
74. റൂത്ത് താൻ ശേഖരിച്ച എന്താണ് അമ്മായിയമ്മയെ കാണിച്ചത്? ഉത്തരം ധാന്യം. 75. റൂത്ത് താൻ ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? ഉത്തരം അമ്മായിയമ്മയെ. 76. ബാക്കി വന്ന എന്താണ് റൂത്ത് അമ്മായിയമ്മയ്ക്ക് കൊടുത്തത്? ഉത്തരം ആഹാരം. 77. ബാക്കി വന്ന ആഹാരം റൂത്ത് ആർക്കാണ് കൊടുത്തത്? ഉത്തരം അമ്മായിയമ്മയ്ക്ക്. 78. അമ്മായിയമ്മ ചോദിച്ചു, എവിടെയാണ് ഇന്നു നീ പൂരിപ്പിക്കുക ഡാഷ് പെറുക്കിയത്? ഉത്തരം കാല. 79. പൂരിപ്പിക്കുക, എവിടെയാണ് ഇന്നു നീ ഡാഷ് ചെയ്തത്? പൂരിപ്പിക്കുക. ഉത്തരം ജോലി. 80. നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ എന്താകട്ടെ എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം അനുഗ്രഹീതനാകട്ടെ എന്ന്. 81. ആരോട് കൂടെയാണ് താൻ ജോലി ചെയ്തതെന്ന് റൂത്ത് പറഞ്ഞത്? ഉത്തരം ബോവാസിനോട് കൂടെ. 82. താൻ ഇന്ന് ജോലി ചെയ്തത് ബോവാസിനോട് കൂടെയാണെന്ന് റൂത്ത് പറഞ്ഞത് ആരോടാണ്? ഉത്തരം അമ്മായിയമ്മയോട്. 83. എവിടെയാണോ ഇന്ന് നീ കാല പെറുക്കിയത്? എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? ആര് ആരോട് ചോദിച്ചു? ഉത്തരം നവോമി റൂത്തിനോട് ചോദിച്ചു. 84. ബോവാസിനോട് കൂടെയാണ് താൻ ഇന്ന് ജോലി ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ആര് അവനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ്. 85. അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. ആര്? ഈ വാക്യങ്ങൾ ആരോട് പറഞ്ഞു? ബോവാസ് നവോമി റൂത്തിനോട് പറഞ്ഞു. 86. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. 87. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ എന്തു ചെയ്യട്ടെ എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം അനുഗ്രഹിക്കട്ടെ. 88. ആരോടൊക്കെയാണ് കർത്താവ് കാരുണ്യം കാണിക്കുന്നത്? ഉത്തരം ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും. 89. അവൻ നമ്മുടെ ഡാഷ് ഉറ്റ ബന്ധുവാണ്. ഉത്തരം അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. ഉത്തരം ഒരിക്കൽ കൂടി, അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. 90. എന്ത് തീരുവോളം വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം കൊയ്ത്ത് തീരുവോളം. ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബന്ധപ്പെട്ടവരോട് ഷെയർ ചെയ്യുക. താങ്ക് യു.